ഹലോ, വെൽക്കം ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ നേരത്തെ എണീച്ചിട്ട് ബെഡൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി വിരിച്ചിട്ടു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ പോയി ഫ്രഷായി രാവിലെ തന്നെ നല്ല ഹെൽത്തി ജ്യൂസും കുടിച്ചാണ്ട് തുടങ്ങി. അപ്പോൾ നമുക്ക് ഇന്ന് കറിയായിട്ട് മുരിങ്ങ പരിപ്പുമാണ് കേട്ടോ ഇന്നത്തെ കറി. അപ്പോൾ നമുക്ക് ആദ്യം അതിനൊരു അരപ്പ് തയ്യാറാക്കണം. അപ്പോൾ നമുക്ക് വെളുത്തുള്ളിയും തേങ്ങാക്കൊത്തും കുരുമുളകും ജീരകവും മഞ്ഞൾപ്പൊടിയാണ് അരപ്പ് തയ്യാറാക്കാൻ വേണ്ടത്. നമ്മൾ മിക്സിയുടെ ജാറൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. തേങ്ങ ചിരകിയാലും കുഴപ്പമില്ല, ഇങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല. അത് കഴിഞ്ഞ് നമ്മൾ തിളച്ച് വരുമ്പോൾ അതിലോട്ട് മുരിങ്ങ ഇട്ട് കൊടുക്കുക. നമ്മൾ ഊരി വെച്ച മുരിങ്ങ എല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. നന്നായിട്ട് ഇളക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിലോട്ട് കുറച്ച് കഞ്ഞീൻ്റെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി നമുക്ക് അവിടെ അടച്ച് വെക്കാം. അതിനൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലോട്ട് അരപ്പ് പാർന്ന് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തന്നെ അതിലോട്ട് അരപ്പ് പാർന്ന് കൊടുക്കാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചത് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അരപ്പൊക്കെ ഒഴിച്ച് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ 5 മിനിറ്റ് അതവിടെ കിടന്ന് തിളക്കട്ടെ കേട്ടോ. അങ്ങനെ 5 മിനിറ്റ് കഴിഞ്ഞ് തിളയൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ കറി സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് അത് വറവിടാം. അതിനായിട്ട് നമുക്ക് ചട്ടിയിലോട്ട് എണ്ണയും ഉള്ളിയും ചെറിയ ഉള്ളിയും പാടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഉണക്കമുളകൊക്കെ ഉണ്ടെങ്കിൽ ഇടാം, പക്ഷെ ഞങ്ങളുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ കറിയൊക്കെ സെറ്റായി നമുക്ക് മീൻ പൊരിക്കാനുള്ള നോക്കാം. അങ്ങനെ ഇന്ന് നമുക്ക് മീൻ അയിലായിരുന്നു. അതൊക്കെ അമ്മ കഴുകി വൃത്തിയാക്കി നന്നാക്കി അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ടൊരു മസാല തയ്യാറാക്കണം. അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, ഇതൊക്കെ പാടെ കൂട്ടി നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. നന്നായിട്ട് മസാല അടിച്ചതിന് ശേഷം നമുക്ക് മീൻ മസാല പുരട്ടി കൊടുക്കാം. നന്നായിട്ട് മസാല പിടിപ്പിക്കണം കേട്ടോ, എന്നാൽ തന്നെ മീൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ മസാലയൊക്കെ നമുക്ക് 10 മിനിറ്റ് അവിടെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് പോയി അടിച്ചോരണം. അടിച്ചോരലൊക്കെ കഴിഞ്ഞ് നമുക്ക് തുടക്കണം. ഈ 2 പരിപാടിയും എൻ്റെ പരിപാടി കേട്ടോ. അപ്പോൾ നമ്മൾ അടിച്ചോരി തുടക്കലൊക്കെ കഴിഞ്ഞ് വന്ന് കേബേജ് നോക്കി. ഇന്ന് നമുക്ക് ഉപ്പേരിക്ക് കേബേജാണ് കേട്ടോ. കേബേജൊക്കെ നല്ല രീതിയിൽ കേബേജ് ഉപ്പേരി ഇങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കണ പോലെ ഞങ്ങളൊന്ന് ഉണ്ടാക്കി വയ്ക്കും. നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ കേബേജൊക്കെ അരിഞ്ഞ് അങ്ങനെ നമുക്ക് കേബേജ് തോരൻ വെക്കാനുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. വെള്ളിയുള്ളി, പരിപ്പും പച്ചമുളകും ചതച്ച ഇഞ്ചി ഉഴുന്നുമാണ് കേട്ടോ. ഇതൊക്കെയാണ് നമുക്ക് കേബേജ് ഉപ്പേരിക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്കത് ഉണ്ടാക്കണ ഇത് നോക്കാം. ഇനി നമുക്ക് ചട്ടി വെച്ച് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലോട്ട് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഉഴുന്നിട്ട് കൊടുക്കാം. അങ്ങനെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് മറ്റേ സാധനങ്ങളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ മെയിൻ താരം കാബേജ് ഇട്ട് കൊടുക്കാം കേട്ടോ. കാബേജൊക്കെ ഇട്ട് കൊടുത്ത് നമുക്കൊരു കളറിന് വേണ്ടിയിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി 5 മിനിറ്റ് അതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അത് കഴിഞ്ഞ് നമ്മൾ മീൻ പൊരിക്കാനുള്ള നോക്കാം. ചട്ടി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് നമുക്ക് മീനൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മളിവിടെ ഒക്കെ അടുപ്പത്ത് തന്നെയാണ് ചെയ്യാറ്. ഇപ്പോൾ ഗ്യാസിന് നല്ല ക്ഷാമമായതുകൊണ്ട് നമ്മൾ എല്ലാതും അടുപ്പത്താണ് കേട്ടോ ചെയ്യാറ്. അങ്ങനെ മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ട് നമുക്ക് 2 കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് അതൊന്ന് വേവിച്ചെടുക്കണം. മീനൊക്കെ പൊരിക്കുമ്പോൾ അടച്ച് വെച്ച് പൊരിക്കാൻ വേണ്ടി നോക്കുക കേട്ടോ. അങ്ങനെ നമ്മളെല്ലാ പരിപാടികളും കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട്. അപ്പോഴത്തേനും വല്യമ്മ അവിടെ മാങ്ങയൊക്കെ മുളകും പൊടി ഉപ്പൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. വല്യമ്മയുടെ ഫേവറേറ്റാണ് ഇട്ടത്. നമുക്ക് പപ്പടവും മീൻ പൊരിച്ചതും ഉപ്പേരിയും മാങ്ങ ഒക്കെ കൂട്ടിയിട്ട് നമുക്കൊന്ന്
ടേസ്റ്റ് ചെയ്ത് നോക്കാം. എങ്ങനെയുണ്ട് അറിയില്ല. അങ്ങനെ ഉമ്മയാണ് ആദ്യം കഴിച്ച് നോക്കണത്. ഉമ്മ ആദ്യം കഴിക്കട്ടെ. ഉമ്മെല്ലാം ഉണ്ടാക്കിയത്, അപ്പം ഉമ്മ ആദ്യം കഴിച്ച് നോക്കട്ടെ. അങ്ങനെ ഉമ്മയൊക്കെ കഴിച്ചുമ്മ അടിപൊളിയാണ് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളും കഴിക്കായിരുന്നു കേട്ടോ. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളിങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കാറ്. നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനിയും കുക്കിംഗ് വീഡിയോസ് കാണുമെന്നുള്ളവർ കമൻറ്റ് ചെയ്യും. ഞങ്ങൾ ആദ്യമായിട്ടാണ് കുക്കിംഗ് വീഡിയോസൊക്കെ ഇടുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കും. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കോ സബ്സ്ക്രൈബോ ഒക്കെ ചെയ്യും. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ.